ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുന്നതിലും തർക്കിക്കുന്നതിലും ഒരർത്ഥവും എനിക്ക് തോന്നുന്നില്ല. വീട്ടുമുറ്റത്ത് വളർന്നു വരുന്നത് വിഷച്ചെടിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വളരുന്നതിന് മുന്നേ തന്നെ അതിനെ പറിച്ചു കളയുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ അത് വൃക്ഷമായതിനു ശേഷം അതില്ലാതാക്കാൻ പാടുപെടുന്നതല്ല. എനിക്കിവിടെ ആരോടും ഒരു വിരോധവും ഇല്ല. പക്ഷെ ഈ കുടുംബത്തിലുള്ളവർക്കും പുതിയതായി ഈ കുടുംബത്തിലോട്ട് വന്നു കയറുന്നവർക്കും ഒരു മോശം പേരും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. എന്നുവെച്ച് ചിന്നുവിനെ കുറിച്ച് വൃത്തിയായിട്ട് പറയണോ? അവളെ എനിക്കറിയാം. നല്ല പെണ്ണാണ് അവള്. നല്ല സ്വഭാവം അവളുടേത്. അവളെ എനിക്ക് 100% വിശ്വാസമാണ്. നിങ്ങൾ ഉദ്ദേശിച്ചത് ലക്ഷ്മി പറയുന്ന ഒന്നും കേൾക്കരുതെന്നാണോ? അവള് നമ്മുടെ ശത്രു ഒന്നും അല്ലല്ലോ, ഈ കുടുംബത്തിലെ ഒരു അംഗമല്ലേ. നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയ് ലക്ഷ്മി. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ചിന്നു മഹി എന്റെ റൂമിലുണ്ട്. അവരെന്റെ റൂമിൽ നിന്ന് സംസാരിക്കുന്നൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അവരുടെ ഭാവപ്രകടനവും സംസാര ശൈലിയൊന്നും നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു നല്ല ഉദ്ദേശവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് ഇവിടെയുള്ള ആർക്കും വിശ്വാസം വന്നില്ലെങ്കിൽ നേരിട്ട് പോയി കാണാം. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലേന്ന് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ചിന്നു. ദയവേത് എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക. മറ്റാരും മറ്റൊന്നും എനിക്കൊരു വിഷയമല്ല. ചിന്നു എന്റെ കൂടെ നിൽക്കോ? എനിക്കത് മാത്രം അറിഞ്ഞാ മതി. ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാ. അത് മറന്ന് എന്നോട് സംസാരിക്കരുത്. ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം ദുഷ്പേരുകൾ ഞാൻ കേട്ടു കഴിഞ്ഞു. ഇനിയും കൂടുതൽ ദുഷ്പേര് എന്നെ കേൾപ്പിക്കരുത്. ചിന്നു, ഞാൻ ദയവ് ചെയ്ത് നിങ്ങൾ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണം. എനിക്ക് ജോലി ചെയ്യാനുള്ളതാ. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് മുതലാളിയെന്നും തൊഴിലാളിയെന്നുള്ള നിലയിലേക്ക് നീ മാറ്റി കാണരുത്. നമ്മൾ സുഹൃത്തുക്കളല്ലേ, പരസ്പരം പ്രണയിച്ചവരല്ലേ. എനിക്ക് നിങ്ങളോട് ഒരു പ്രണയവും ഇല്ല. കള്ളം, പച്ചക്കള്ളം. നിനക്കെന്നെ ജീവനാ. നിന്റെ ഡയറിയിൽ നിന്നും നീ കീറിയറിഞ്ഞ കടലാസിൽ നിന്നും അത് തിരിച്ചറിഞ്ഞവനാ ഞാൻ.